ഇപ്പോൾ വി എസ് പറഞ്ഞ ഓരോ വാചകങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചവർ തന്നെ ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് അവിടെ നിന്ന് മടങ്ങാനൊരുങ്ങുന്ന വി എസ് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചതൊക്കെ പിന്നീട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തിപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ മുന്നിൽ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ CPM-ൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പരിസ്ഥിതി സമരങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരുപാടുണ്ട് വി എസിനെ കുറിച്ച് പറയുമ്പോൾ. ഇപ്പോൾ CPM-ൽ ആ വിഭാഗീയത കത്തുന്ന സമയത്തും വി എസ് അന്ന് പറഞ്ഞ ചില മറുപടികളുണ്ട്. അത് പിൽക്കാലത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചില മറുപടികൾ കൂടിയാണ്. അദ്ദേഹം അന്ന് നടത്തിയ ഒരു പരാമർശമുണ്ട്. അത് തൃശ്ശൂരിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശമാണ്. ഈ പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് നിൽക്കണം വി എസിനെ എന്ന് ഔദ്യോഗിക സ്വഭാവത്തിൽ കടുത്ത ശാസനകൾ വരുന്ന ഒരു ഘട്ടത്തിൽ വി എസ് നടത്തിയൊരു പരാമർശമാണത്. അതായത് ഈ കടലിന് ശക്തി ഉണ്ടാകുന്നത് ജലം അത് കടലിൽ തന്നെ തുടരുമ്പോഴാണ് എന്നൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് വി എസിനെതിരെ നടത്തിയൊരു പരാമർശമുണ്ടായിരുന്നു. അതിന് വി എസ് അന്ന് തൃശ്ശൂരിലൊരു മറുപടി പറയുന്നുണ്ട്. അത് ഇങ്ങനെയായിരുന്നു. സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട് അതിനെ ഉപമിച്ചുകൊണ്ടെന്ന് വി എസ് പറഞ്ഞ ഒരു മറുപടി. അത് പിൽക്കാലത്ത് കേരളം ചർച്ച ചെയ്തതാണ്. സോവിയറ്റ് യൂണിയൻ എന്ന മഹാസമുദ്രത്തിൽ നിന്നും അതിശക്തമായ അലകൾ വീശിയതിനെ തുടർന്നാണ് ഈ പറയുന്ന വി എസ് അന്ന് പറഞ്ഞ ആ മറുപടി. അത് നമ്മുടെ മുൻപിലുള്ളതാണ്. വി എസ് അലകൾ വീശിയതിനെ തുടർന്നാണ് ഇന്ത്യയെപ്പോലെയുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ വൻ മാറ്റങ്ങൾ ഉണ്ടായത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് വി എസ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അത് പിണറായി വിജയനൊരു മറുപടി നൽകിയതായിരുന്നു വി എസ് തൃശ്ശൂരിൽ. അതൊക്കെ പിൽക്കാലത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞു നിർത്തിയത് ഈ പരിസ്ഥിതി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടായിരുന്നു. വി എസ് നടത്തിയ സമരങ്ങൾക്കൊക്കെ തുടർച്ചയുണ്ടായി എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം എല്ലാ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളായിരുന്നു അക്കാലത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പരിസ്ഥിതി വിഷയത്തിലൊക്കെ ഈ മതികെട്ടാൻ ചോരയിലേക്ക് വി എസ് നടന്നു കയറിയ ആ നടത്തം അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ദൃശ്യമാധ്യമ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒന്നുകൂടിയാണത്. അവിടെ വലിയ തോതിൽ കയ്യേറ്റം നടക്കുന്നു എന്നറിയുമ്പോൾ വി എസ് അവിടേക്ക് എത്തുന്നുണ്ട്. ഈ 2002 ഒരു മെയ് മാസത്തിലാണ് വി എസ് അവിടേക്ക് നടന്ന് വരുന്നത്. 78ാമത്തെ വയസ്സിലാണ്. മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ അത് വലിയ വാർത്തയായി നിറയുകയുണ്ടായി. അവിടുത്തെ കയ്യേറ്റത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഈ സർക്കാർ ഭൂമി അത് ഇങ്ങനെ കയ്യേറി അവരവരുടേതാക്കി മാറ്റുന്നത്, അതുമായി ബന്ധപ്പെട്ട് വി എസ് നടത്തിയ ഇടപെടലുകൾ. അവിടെ 12.82 ചതുരശ്ര കിലോമീറ്റർ വനം പിന്നീട് ഒരു നാഷണൽ പാർക്കായി മാറുന്നുണ്ട്. അവിടെ വി എസ് നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. പൂയംകുട്ടി മേഖലയിലെ അവിടുത്തെ കയ്യേറ്റങ്ങൾ അത് നേരിൽ കാണാൻ വി എസ് വരുന്നത്. അവിടെ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അവിടെ അതിൻ്റെ പേരിൽ നടപടി ഉണ്ടാകുന്നത്. പിന്നീട് ഈ കമ്പക്കല്ല് മേഖലയിലേക്ക് അദ്ദേഹം നടത്തിയ യാത്ര, അവിടെ കുറിഞ്ഞി സാങ്ച്വറി വരുന്നത്. അപ്പോൾ വി എസ് എന്തൊക്കെ പരിസ്ഥിതി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ അതിലൊക്കെ നടപടി ഉണ്ടായിട്ടുണ്ട്, അതിനൊക്കെ തുടർച്ചയുണ്ടായിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ എടുത്തു കാണേണ്ടതുണ്ട്. ഇപ്പോൾ മണ്ണാർക്കാട്ടെ കാക്കിവാണി വനത്തിൻ്റെ കാര്യമാണെങ്കിലും കോഴിക്കോട്ടെ കാവിലും പാറയിലുമാണെങ്കിലും ഒക്കെ അവിടെ ആ വിഷയങ്ങൾ പൊതുജന സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ കൂടി നമ്മുടെ മുൻപിലുണ്ട്. അത് ആ മേഖലയെക്കുറിച്ച് വിശദമായി പഠിച്ചതിന് ശേഷമായിരുന്നു എങ്ങനെയാണ് അവിടുത്തെ ഈ പരിസ്ഥിതിക്ക് മേലുള്ള കടന്നുകയറ്റം മനുഷ്യ ജീവിതത്തെ ബാധിക്കുക എന്ന് വി എസ് കൃത്യമായി പഠിക്കുന്നുണ്ട്. അതിനുവേണ്ടി വി എസ് സമയം മാറ്റിവെക്കുന്നുണ്ട്, ആഴ്ചകൾ, മാസങ്ങൾ, അങ്ങനെ വി എസ് അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരാൻ വി എസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ഒന്നുമാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. വികസനം വരുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് ഈ പരിസ്ഥിതിയെ കാർന്നു തിന്നുന്നു എന്നുള്ള രീതിയിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നൊരു പശ്ചാത്തലത്തിൽ ആണ് വി എസ് ഈ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണം ഒട്ടേറെ നിയമങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തണ്ണീർത്തട നിയമം വരുന്നത് ഒരുപക്ഷെ ആ പോരാട്ടത്തിൻ്റെ തുടർച്ചയെന്നോണമാണ്. വി എസ് മൂന്നാറിലേക്ക് ഒരു ദൗത്യ സംഘത്തെ അയച്ചതിൻ്റെ കഥ അത് നമ്മുടെ മുൻപിലുണ്ട്. അവിടെ കയ്യേറ്റമെന്ന് പറയുന്ന നിർബാധം തുടർന്ന ഒരു സമയത്തായിരുന്നു വി എസിൻ്റെ ആ നീക്കമുണ്ടാകുന്നത്. അതിന് വലിയ തിരിച്ചടി നേരിടുന്നുണ്ട്. ആ ദൗത്യം ഒരുപക്ഷെ അതിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാതെ ഉപേക്ഷിക്കേണ്ടി വന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഈ കയ്യേറ്റത്തിനെതിരെ ജാഗ്രതയോടെ ഒരു സമീപനം സ്വീകരിച്ചു. ഈ ഭൂമി കയ്യേറുമ്പോൾ അതിനെതിരെ ഒരു ശബ്ദമുയർന്നു. അപ്പോൾ ഇത്തരത്തിൽ കയ്യേറപ്പെടേണ്ട ഒന്നല്ല, മറിച്ചത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നൊരു പൊതുബോധം കേരളത്തിൻ്റെ സമൂഹത്തിലേക്ക് വരുന്നത് വി എസ് ഉൾപ്പെടെ നടത്തിയ ഇടപെടലുകളാണ്. ഈ വി എസിൻ്റെ ദൗത്യസംഘം നടത്തിയ ഇടപെടലുകളാണ്. രാഷ്ട്രീയമായി വി എസിൻ്റെ പേരിൽ വിമർശനം നേരിട്ടിട്ടുണ്ട്. എവിടെ പോയി ആ ദൗത്യസംഘം എന്ന ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും വി എസിൻ്റെ പരിസ്ഥിതി രാഷ്ട്രീയത്തെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ പിന്നീടുണ്ടാകുന്ന പല നിയമങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച് ഈ തണ്ണീർത്തട സംരക്ഷണ നിയമമൊക്കെ അതിൻ്റെ
ചുവട് പിടിച്ച് പിന്നീട് വരുന്നതാണ്. ഈ 2004 ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് VSC മൂന്നാറിലേക്ക് അന്ന് കടന്ന് ചെല്ലുന്ന ദൗത്യസംഘത്തെ അയക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് മൂന്നാറിൽ കയ്യേറ്റം ഇങ്ങനെ നിർബാധം തുടരുന്നു. അവിടേക്ക് ഒരു അധികാര ശക്തിയും കയറി ചെല്ലാൻ അന്നുവരെ ധൈര്യം കാണിച്ചിട്ടില്ല. അവിടേക്കാണ് VS ഒരു ദൗത്യസംഘത്തെ അയക്കുന്നത്, തൻ്റെ ഇടത്തോടെ കയറി ചെല്ലുന്നത്. കേരളത്തിൻ്റെ ഭൂരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു ഇടപെടലായി അത് മാറുന്നത്. ഇപ്പോഴും മൂന്നാറിൽ നടക്കുന്ന കയ്യേറ്റങ്ങൾക്കുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നിറയുമ്പോഴൊക്കെ VSന്റെ ഇടപെടൽ, VS അയച്ച ദൗത്യസംഘം, അതൊക്കെ മലയാളിയുടെ കേരളത്തിൻ്റെ പൊതുബോധത്തിലേക്ക് വരുന്നത് അന്ന് VS പ്രകടിപ്പിച്ച ആ പോരാട്ട വീര്യം കൊണ്ട് കൂടിയാണ്.